Virgin haben Lecker. Virgin haben Lecker. Virgin haben Lecker. നിരന്തരമായി താല്പര്യമില്ലാത്ത ജോലി ചെയ്ത് മടുപ്പ് തോന്നുന്നവരാണോ നിങ്ങൾ? വർക്ക് പ്രഷർ സഹിക്കാൻ കഴിയാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നാറുണ്ടോ? ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് മറ്റുള്ളവർ കാരണം വന്നെത്തി കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? സമൂഹത്തിൽ ഒന്നുമല്ലാതാവുന്നതിൻ്റെ നാണക്കേട് അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും നിങ്ങൾ അപ്രത്യക്ഷനായേക്കാം. എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാവാൻ സാധ്യതയുണ്ട് എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാതെ. നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തെങ്കിലും ഞാൻ ചുമ്മാ പറയുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല. 2024 2025 അങ്ങനെ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായവർ 2.5 ലക്ഷത്തിൽ കൂടുതലാണ്. ലോകത്തിൻ്റെ നെറുകയിൽ വന്നെത്തുമെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്ന ജപ്പാനിലാണ് ഈ ഒരു പ്രതിഭാസം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൊഹാസു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്രതിഭാസം അങ്ങനൊരു പേരിൽ അല്ലെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങളെയും തേടി വന്നേക്കാം. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. പണ്ട് പരീക്ഷണങ്ങൾക്ക് വേണ്ടി പാടത്ത് പുല്ലുമെഞ്ഞ് നടന്നിരുന്ന പശുക്കളെ അന്യഗ്രഹ പേടകങ്ങൾ റാഞ്ചിയെടുത്ത കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനെ ഒരു ഏലിയൻ സ്റ്റോറിയല്ല. ജൊഹാസു എന്നത് ഒരു ഏലിയനുമല്ല. ജൊഹാസു എന്നത് ഒരു ജാപ്പനീസ് വാക്കാണ്. അതിൻ്റെ അർത്ഥം ഇവോപ്പറേഷൻ എന്നാണ്. അതായത് തെളിവുകൾ അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകുക എന്ന്. സമൂഹത്തിൽ നിന്നും അങ്ങനെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകുന്നവരെ അവർ വിളിക്കുന്ന പേരാണ് ജൊഹാസു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ സമൂഹത്തിൽ നിന്നും അങ്ങനെ അപ്രത്യക്ഷമാകുന്നത്? തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജോലിയുടെ പ്രഷർ താങ്ങാൻ വയ്യാതെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്നുമല്ലാതാവുന്നതിൻ്റെ നാണക്കേട് താങ്ങാൻ വയ്യാതെ, ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തതിൻ്റെ വിഷമത്തിൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ച വിവാഹം നടക്കാത്തതിൻ്റെ വിഷമത്തിലെല്ലാം ഒരാൾ ജൊഹാസുവാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അയാൾ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷനാവുന്നത്? അങ്ങനെ അപ്രത്യക്ഷമായി എന്നിരിക്കട്ടെ, അയാൾ എവിടെയാണ് ജീവിക്കുന്നത്? അതിന് അയാളെ സഹായിക്കുന്നത് ആരെല്ലാമാണ്? അങ്ങനെ സഹായിക്കുന്ന ഒരു കൂട്ടം കൂടിയുണ്ട്. അവരെ നൈറ്റ് മൂവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു നഗരത്തിൽ നിന്നും അപ്രത്യക്ഷനാവാനും മറ്റൊരു നഗരത്തിൽ വേരുകൾ താഴ്ത്താനും അവർ നമ്മെ സഹായിക്കുന്നു. മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ, മറ്റൊരു സാഹചര്യത്തിൽ, കൃത്യമായ ഡോക്യുമെൻസോടുകൂടി, ഒരു ജോലിയോടുകൂടി അവർ നമ്മെ മറ്റൊരു നഗരത്തിലേക്ക് എത്തിക്കുന്നു. ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ പ്രതിഫലം വാങ്ങി അവർ നമ്മെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്നു. ജപ്പാനിൽ 60കളുടെ തുടക്കത്തിൽ അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കാണാതാവുന്നവരെ വിളിച്ചിരുന്ന പേരാണ് ജൊഹാസു. ഇന്ന് അങ്ങനൊരു പേരിൽ അറിയപ്പെടുന്നത് സമൂഹത്തിൽ നിന്നും മനഃപൂർവ്വം അപ്രത്യക്ഷരാവുന്നവരെയാണ്, ഒളിച്ചോടുന്നവരെയാണ്. താങ്ങാനാവാത്ത കടം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും മനഃപൂർവ്വം ഒളിച്ചോടാൻ നിർബന്ധിതരാകുമ്പോഴോ ആണ് അവർ ഇങ്ങനൊരു സാഹചര്യം തിരഞ്ഞെടുക്കുന്നത്. സാങ്കേതികതയിൽ മുൻനിരയിൽ നിൽക്കുന്ന ജപ്പാനിൽ നിന്നും എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ അപ്രത്യക്ഷരാവുന്നത്? മീറ്റ് മെസ് സുഗിമോട്ടോ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 94 വയസ്സ്. 14 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് തൻ്റെ 80ാമത്തെ വയസ്സിൽ അവർ മരണപ്പെട്ടു. പക്ഷേ ഏതാണ്ട് 34 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മനസ്സ് മരണപ്പെട്ടിട്ടുണ്ട്. 30 വയസ്സുള്ള തൻ്റെ മകനെ നഷ്ടമായ അന്ന് മുതൽ. അന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ഉമ്മ നൽകിക്കൊണ്ട് ഓഫീസിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയതാണ് ആ മകൻ. ആ മകന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി അമ്മയ്ക്ക് അറിവില്ലായിരുന്നു.
പക്ഷേ അവനെ കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി ചില വിഷയങ്ങൾ അമ്മ അറിഞ്ഞു തുടങ്ങി. അവന് തൻ്റെ ജോലി നഷ്ടമായിരുന്നു. അത് അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാകും എന്ന് ഭയന്നാണോ എന്നറിയില്ല, അയാളത് അമ്മയിൽ നിന്നും മറച്ചു വെച്ചു. 4 ദിവസത്തോളം വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങിയ അയാൾ ഓഫീസ് ടൈം കഴിയും വരെ കാറിൽ തന്നെ കഴിച്ചുകൂട്ടി തിരികെ വീട്ടിലേക്ക് പോയി. എന്നാൽ അന്ന് ആ കാറ് തിരികെ വീട്ടിലേക്ക് വന്നില്ല. ടൗണിലെ ഒരു പ്രമുഖ മാളിൽ പാർക്കിങ്ങിൽ ആഴ്ചകളോളമായി ആ കാർ നിർത്തിയിട്ടതായി പറയുന്നു. മാളിലേക്ക് അയാൾ കയറുന്നതും മണിക്കൂറുകൾക്ക് ശേഷം ഇറങ്ങിപ്പോകുന്നതും ചില ബന്ധുക്കൾ CCTV പരിശോധിച്ചപ്പോൾ കണ്ടെത്തി. പിന്നെ അങ്ങനൊരാളെ ആരും തന്നെ കണ്ടിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ അയാൾക്ക് സംഭവിച്ചത്? ഇന്ന് ജപ്പാനിലെ ജൊഹാസുക്കളുടെ, അതായത് സമൂഹത്തിൽ നിന്നും യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷരാവുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 100,000-ൽ കൂടുതലാണ്. ഞെട്ടിയോ? ഇത് ചുമ്മാ ഒരു റാൻഡം സംഖ്യയല്ല. ജപ്പാനിൽ നിന്നും കാണാതാവുന്നവരുടെ എണ്ണം എന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ നിങ്ങളുടെ കണ്ണും തള്ളിപ്പോവും. ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ജപ്പാൻ, റോബോട്ടുകളുടെ ജപ്പാൻ, നമ്മേക്കാൾ പതിറ്റാണ്ടുകൾ മുമ്പേ ജീവിക്കുന്ന ജപ്പാൻ, ക്രൈം റേറ്റിൽ 0 നേടി നിൽക്കുന്ന ജപ്പാൻ, ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ പല പ്രമുഖ കമ്പനികളുടെയും തലസ്ഥാനമായ ജപ്പാൻ. ഇതൊക്കെയെങ്കിലും ഒന്ന് താഴേക്ക് പോയാൽ സമൂഹത്തിൽ ഒന്നുമല്ലാതായ ഒരു വലിയ ശതമാനം മനുഷ്യരെ അവിടെ കാണാം. ജോലിയില്ലാത്ത, വരുമാനമില്ലാത്ത, ഉള്ള ജോലിയുടെ ഭാരം താങ്ങാനാവാത്ത, വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഇവരുടെ എണ്ണം എന്ന് പറയുന്നത് ജപ്പാനിലെ ജനസംഖ്യയുടെ 16% കൂടുതലാണ്. അതൊരു ചെറിയ സംഖ്യയല്ല, 17 മില്യണിൽ കൂടുതലാണ് ഇവരുടെ എണ്ണം. അത് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. 80കളിൽ എക്കണോമിക് സൂപ്പർ പവർ എന്ന് ലോകം വിശേഷിപ്പിച്ച ജപ്പാൻ, അമേരിക്കയെ രണ്ടാമതാക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ച ജപ്പാൻ, അമേരിക്കയെ ജപ്പാൻ വിലയ്ക്ക് വാങ്ങുമെന്ന് പോലും ലോകം വിശ്വസിച്ചിരുന്നു. ആ ഒരു ഭയം ഡൈഹാർഡ് പോലുള്ള സിനിമകളിൽ നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെയുള്ള ജപ്പാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുത്തരം ജോബ് മാർക്കറ്റാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജപ്പാനിലെ ജോബ് മാർക്കറ്റ് ഒരൽപ്പം വ്യത്യസ്തമായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം പോലും പലതും അതിൽ നിന്നും കടം കൊള്ളുന്നുമുണ്ട്. കാലങ്ങൾക്ക് മുന്നേ മുതൽ ജപ്പാനിലെ ജോബ് മാർക്കറ്റ് വ്യത്യസ്തമാണ്. സുഷോക്കു കാറ്റ്സുഡോ, അതൊരു ജാപ്പനീസ് വാക്കാണ്. ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ നിന്നും ആ യാത്ര ആരംഭിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ പഠനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം അയാൾ ആരംഭിക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള സിസ്റ്റം, റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1953 തന്നെ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം റിപ്പോർട്ട് ചെയ്തതായി പറയപ്പെടുന്നു. പഠനം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ചെറിയ ശമ്പളത്തിന് വലിയ വലിയ കമ്പനികൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നു. ചെറുപ്പത്തിൽ തന്നെ വലിയ ജോലി ലഭിക്കുന്നു എന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, അവരിൽ ഒരു വലിയ ശതമാനം ആളുകളും ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നില്ല എന്നതാണ്. അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർ റിട്ടയർമെൻറ്റ് വരെ അതേ ജോലിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. സുഷിൻ കോയോ, ലൈഫ് ടൈം എംപ്ലോയ്മെൻറ്റ്. നിങ്ങളുടെ മകനും അങ്ങനെയായിരുന്നു അല്ലേ? ചെറിയ ജോലിയിൽ വലിയ ശമ്പളക്കയറ്റമൊന്നുമില്ലാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചേക്കാം, മറ്റൊരു ജോലി എന്തുകൊണ്ട് നോക്കിക്കൂടാ? പഠനം പൂർത്തിയാക്കാത്തവരെ മറ്റു കമ്പനിക്ക് വേണ്ട എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയെങ്കിൽ ഈ ജോലി ഒഴിവാക്കി പഠനം പൂർത്തിയാക്കിക്കൂടെ എന്ന്. കിട്ടിയ ജോലി നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറുമല്ലല്ലോ. അപ്പോൾ പിന്നെ പുതിയ കമ്പനിയിൽ എങ്ങനെ ജോലിക്ക് അന്വേഷിക്കും? ഇനി ക്യാമ്പസ് സെലക്ഷനിലൂടെ ലഭിച്ച ജോലി വേണ്ട എന്ന് വെച്ചാലോ? അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അതൊരു ബ്ലാക്ക് മാർക്കാണ്. അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കുള്ളവരെ മറ്റ് കമ്പനി ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയിരിക്കെ ജോലി എന്നത് വെറും സ്വപ്നമായി മാത്രം മാറും. അത്തരം സാഹചര്യത്തിൽ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷനാവുക എന്നതല്ലാതെ മറ്റെന്താണ് ചെയ്യുക? ജപ്പാന്റെ ചരിത്രമെടുത്താൽ രാജാക്കന്മാർ തോൽവിയെ ഭയന്ന് ആത്മഹത്യ ചെയ്തതായി കാണാൻ കഴിയും. അതിനെ സുബുക്കു എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്. അങ്ങനൊരു ചരിത്രമുള്ളവർ ജീവിതത്തിൽ തോറ്റു തുടങ്ങുമ്പോൾ മറ്റൊരു പേരിൽ മറ്റൊരു സാഹചര്യത്തിൽ ജീവിക്കാനൊരവസരം ലഭിച്ചാൽ അതിനെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ?
90കളിൽ ജപ്പാനിൽ ഇക്കോണമിക് ബബിൾ ബേസ്റ്റ് സംഭവിച്ച സമയത്ത് സമൂഹത്തിൽ നിന്നും ഒരു വലിയ ശതമാനം ആളുകൾ അപ്രത്യക്ഷരായിരുന്നു. ആ സമയത്താണ് പുതിയൊരു ബിസിനസ് ഉടലെടുക്കുന്നത്, നൈറ്റ് മൂവേഴ്സ്. സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരാകുന്നവരെ അപ്രത്യക്ഷരാക്കുന്നവർ, അവർക്ക് വേണ്ടി ജീവിക്കാനുള്ള സാഹചര്യം, മറ്റൊരു ജോലി, ഡോക്യുമെൻറ്റ്സ് എന്നിവ നൽകുന്നവർ. അങ്ങനെ ഒരാളെക്കുറിച്ച് BBC ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിയത് ഓൺലൈനിൽ ലഭ്യമാണ്. ഷോ ഹറ്റാരി എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ജപ്പാനിലെ തന്നെ ക്രിമിനലുകളുടെ ഒരു കൂട്ടമുണ്ട്, യാക്കൂസ. അവരിൽ നിന്നും പണം വാങ്ങി ഒളിച്ചു നടക്കുന്നവരും ജൊഹാസുക്കളിൽപ്പെടും. ഷോ ഹറ്റാരിയുടെ അഭിപ്രായത്തിൽ ജപ്പാനിൽ ഡിവോഴ്സ് റേറ്റ് വളരെ കുറവാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഭർത്താവിനെ ഒളിച്ചോടാൻ ഭാര്യയും ഭാര്യയെ ഒളിച്ചോടാൻ ഭർത്താവും സഹായിക്കാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ മറ്റൊരു ഐഡന്റിറ്റിയിൽ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരെയും അദ്ദേഹത്തിന് നേരിട്ടറിയാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ അപ്രത്യക്ഷരാകുന്നവർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫേക്ക് ID ഉപയോഗിച്ച്, ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിൽ ജീവിക്കുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അങ്ങനെ പോകുന്നവരുണ്ടാകാം. പക്ഷേ ഒരു വലിയ ശതമാനം ആളുകളും ജപ്പാനിലെ തന്നെ ഉൾനാടുകളിലാണ് മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സന്യ, കമകസാക്കി തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ന് പലരും വ്യത്യസ്തമായ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു. ഇത് പോലീസിനും ഗവൺമെൻറ്റിനും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ അത്തരക്കാർക്കെതിരെ എന്തെങ്കിലും കുറ്റമോ പരാതിയോ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവരെ അന്വേഷിച്ച് പോകാൻ അവർ മെനക്കെടാറുള്ളൂ എന്നും ഷോ ഹറ്റാരി പറയുന്നു. ഇതെല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടിച്ചു പിടിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ തേടിയെത്തുന്നത് മറ്റൊരു പ്രതിഭാസമാണ്. പെട്ടെന്ന് തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ട് വൃദ്ധരായി മാറുന്നവർ, സൂപ്പർ ഏജിങ് എന്ന പ്രതിഭാസം. പഠനങ്ങൾ പറയുന്ന അനുസരിച്ച് 2050 ജപ്പാനിൽ ചെറുപ്പക്കാരുടെയും വൃദ്ധരുടെയും റേഷ്യോ 1:1.3 ആകാനുള്ള സാധ്യതയാണുള്ളത്. ഇതിലൊന്നും പെടാത്ത മറ്റൊരു കൂട്ടരുണ്ട്, ഹിക്കികൊമോറി എന്നാണ് അവർ അറിയപ്പെടുന്നത്. സമൂഹത്തിൽ ഒന്നുമല്ലാതായി മാറിയവർ. സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ. വീട്ടിൽ തന്നെ സ്വയം തളച്ചിടുന്നവർ. വീട്ടുകാരുടെ ആട്ടും തുപ്പും കേട്ട് ഒന്നിനും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഇവരുടെ പ്രായം 30നും 40നും ഇടയിലാണ് എന്നതാണ് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത, ആഗ്രഹിച്ച ജീവിതം ലഭിക്കാത്ത, പിഴച്ചു പോവാനുള്ള ശമ്പളം പോലും സമ്പാദിക്കാൻ സാധിക്കാത്ത, കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും മുറിവേൽപ്പിക്കാത്ത ഒരു ജീവച്ഛവമായി ജീവിക്കുന്നവർ. 2024 കണക്കനുസരിച്ച് ജപ്പാനിലെ ഹിക്കികൊമോറികളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ കൂടുതലാണ്. ഓരോ ദിവസവും അവരുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കിടയിലും ഉണ്ടാകാം അത്തരത്തിൽ ചിലർ. ചെവി രണ്ടും പുറത്തേക്കായതുകൊണ്ട് മാത്രം അകം കേഴുന്നത് ശ്രദ്ധിക്കാത്തവർ. ഇതെല്ലാം അങ്ങ് ജപ്പാനിൽ നടക്കുന്ന വിഷയമല്ലേ? അതെ, ജപ്പാനിൽ തന്നെ നടക്കുന്ന വിഷയമാണ്. നമ്മളെക്കാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ജപ്പാനിൽ നമ്മളും ചുവട് വെച്ച് അങ്ങോട്ട് തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ കോർപ്പറേറ്റ് ജീവിതങ്ങളിലേക്ക്. മിസസ് സുഗിമോട്ടോ, നിങ്ങളിലെ അമ്മയ്ക്ക് അങ്ങനൊരു കോർപ്പറേറ്റ് ജീവിതം കാരണം, അവിടുത്തെ വർക്ക് പ്രഷർ കാരണം നഷ്ടമായത് മകനോടൊപ്പം സ്നേഹത്തോടുകൂടി ജീവിക്കേണ്ട 20 വർഷങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മകന് അവൻ്റെ അമ്മ മരണപ്പെട്ടത് അറിയില്ലായിരിക്കാം. മറ്റൊരു പേരിൽ മറ്റൊരിടത്ത് അമ്മയെ ഓർത്ത് അവൻ ചിലപ്പോൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് ചുറ്റുമുള്ള കോർപ്പറേറ്റ് കമ്പനികളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. തോൽക്കുന്നവന് വീണ്ടും ഒരു അവസരം നൽകാത്തവർ, വിജയിക്കുന്നവന് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നവർ, തോറ്റവനെ വീണ്ടും തോറ്റവരാക്കുന്നവർ. അവർക്ക് മുമ്പിൽ തോറ്റവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരാകുന്നു. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ